തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇടയ്ക്കിടെ വൈദ്യുതി മുടങ്ങുന്നു. രാവിലെ പലവട്ടം വൈദ്യുതി മുടക്കമുണ്ടായി. റേഡിയോളജി ഫാർമസി ബ്ലോക്കിലാണ് പ്രശ്നം നേരിടുന്നത്. പ്രജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രജിത്ത്, പലതവണ നമ്മുടെ ആരോഗ്യ കേരളത്തെക്കുറിച്ച് വാർത്തകൾ വന്നിരുന്നു, ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സിസ്റ്റം ശരിയല്ല, പലതരത്തിലുള്ള വീഴ്ചകൾ ഡോക്ടേഴ്സ് തന്നെ ചൂണ്ടിക്കാട്ടുന്ന അവസ്ഥ വന്നിരുന്നു. ഇപ്പോൾ വൈദ്യുതി മുടക്കൂ. ായി മുടങ്ങുന്ന സാഹചര്യമുണ്ടായത് നമ്മൾ നൽകുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. റേഡിയോളജി ബ്ലോക്കിലെ ഫാർമസിയൊക്കെ പ്രവർത്തിക്കുന്ന റേഡിയോളജി ബ്ലോക്കിലെ ഭാഗമൊക്കെ പൂർണ്ണമായി ഇരുട്ടിലാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. മിനിറ്റുകളോളം വൈദ്യുതി മുടങ്ങും, പിന്നീട് വീണ്ടും വൈദ്യുതി വരും, ഇടയ്ക്ക് വീണ്ടും വൈദ്യുതി പോകും. അങ്ങനെയാണ് ഇന്ന് രാവിലെ കുറെ തവണ വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാകുന്നത്. ചെറിയ സാങ്കേതിക പ്രശ്നമായിരുന്നു എന്നുള്ളതാണ് വിശദീകരണം. എന്തായാലും ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട വാർഡുകളിലൊക്കെയാണ് ഇത്തരം പ്രശ്നങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വൈദ്യുതി ദിവസങ്ങളോടെ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇന്ന് തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യം വരുന്നതും അത് വാർത്തയാകുന്നത്. ഏറെ ഗുരുതരാവസ്ഥയിൽ പല രോഗികളും എത്തുന്ന അവരുടെ ആശ്രയ കേന്ദ്രമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അത്തരത്തിലൊരു ആശുപത്രിയിലാണ് ഈ വൈദ്യുതി മുടക്കം പതിവ് എന്ന വാർത്ത വരുന്നത്. രാവിലെ പലവട്ടം വൈദ്യുതി മുടക്കം ഉണ്ടായി എന്നുള്ളതാണ്. റേഡിയോളജി ഫാർമസി ബ്ലോക്കിലൊക്കെ തന്നെ പ്രശ്നം നേരിടുന്നുണ്ട്. എന്തായാലും തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ വലിയ നാണക്കേടാണ് ആരോഗ്യ കേരളത്തിനുണ്ടാക്കുന്നത്. പ്രജിത് മോഹനനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.